വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റബ്ബർ കർഷക സമര പ്രചരണ ജാഥയ്ക്ക് ഉളിക്കലിൽ സ്വീകരണം നൽകി. റബ്ബർ കർഷകരെ രക്ഷിക്കുക. MRF, അപ്പോളോ ടയർ കമ്പനികൾ റബ്ബർ കർഷകരെ കൊള്ളയടിച്ച 1788 കോടി രൂപ കർഷകർക്ക് തിരിച്ചു നൽകുക. റബ്ബറിന് 300 രൂപ തറവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാതമംഗലം മുതൽ ചിറ്റാരിപ്പറമ്പ് വരെ റബ്ബർ കർഷക സമര പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വരുന്നത്. ഡിസംബർ 25-ന് ആരംഭിച്ച ജാഥ 28-ന് സമാപിക്കും. ഉളിക്കലിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി KA ദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. PV മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭാ നേതാവ് മധുസൂദനൻ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് ജെയ്സൺ ജീരകശ്ശേരി, K ശ്രീധരൻ, ജാഥ ലീഡർ M പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ മാസം 30-ന് നടക്കുന്ന സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടുള്ള സമരമല്ല. ഇത് എല്ലാ വിഭാഗം കൃഷിക്കാർക്കും വേണ്ടിയുള്ളതാണ്. സ്വന്തമായി റബ്ബറിൽ നിന്ന് വരുമാനമുള്ള മുഴുവൻ കൃഷിക്കാർക്കും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിധിച്ചിട്ടുള്ള ഈ സംഖ്യ 1088 കോടി രൂപ എത്രയും അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരം നടത്തുന്നത്. ഈ സമരം വിജയിക്കേണ്ടത് എല്ലാ കൃഷിക്കാരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നത് ഈ സമരം വിജയിക്കുന്നതിന്റെ ഗ്യാരണ്ടി എല്ലാ വിഭാഗ കൃഷിക്കാരുടെയും ഐക്യമാണ്, യോജിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പാർട്ടിയാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കൃഷിക്കാരായിട്ട് മുഴുവൻ ആളുകളും ഈ സമരത്തിൽ പങ്കെടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഈ സമരത്തിൽ പങ്കെടുക്കാനാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെങ്കിലും നിങ്ങളുടെ കൂടി ഉണ്ടാവണം. ഇത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് മെനഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ജാഥ ഈ മധ്യാഹ്ന സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ നട്ടുച്ച സമയത്ത് ഈ ജാഥക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ വരവേൽപ്പിന് സംയുക്ത കർഷക സമിതികളിൽ ഈ ജാഥയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി എറണാകുളം കളമശ്ശേരിയിൽ ഡിസംബർ 30-ന് രാവിലെ നടക്കുന്ന ഈ സമരത്തിലേക്ക് നിങ്ങളോട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.